إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സഹോദരങ്ങളെ, നരകമെന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നീതിപൂർവമായിട്ടുള്ള ശിക്ഷയാണ്. ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫ് 179 ആയത്തിൽ പറഞ്ഞതായി കാണാം, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. തീർച്ചയായിട്ടും നരകത്തിന് വേണ്ടി മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒരുപാട് ആളുകളെ നാം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കുമെതിരെ അനീതി പ്രവർത്തിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് കൽബുകളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, പക്ഷെ അവർ ആ കൽബുകൾ കൊണ്ട് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുന്നില്ല. അവർക്ക് മുന്നിൽ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ബുദ്ധി അത് അവൻ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചില്ല. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് തൽബീസ് ഇബ്ലീസ് എന്ന ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നതായി കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ നിഅമത്തുകളിൽപ്പെട്ട ഒരു നിഅമത്താണ് ബുദ്ധി എന്നുള്ളത്. ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ബുദ്ധിയെ കൊണ്ട് ചിന്തിക്കണം. എന്നാൽ മാത്രമേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, പക്ഷേ അവർ ആ കണ്ണുകൾ കൊണ്ട് കാണുന്നില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കാനുള്ള ചെവികൾ നൽകിയിട്ടുണ്ട്, പക്ഷേ ആ ചെവികൾ കൊണ്ട് അവർ കേൾക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഉലൈക കൽ അൻആം. അവർ കന്നുകാലികളെ പോലെയാണ്. ബൽഹും അദൽ. അല്ല, അവർ അവരെക്കാൾ വഴിപിഴച്ചവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉലൈക ഹുമുൽ ഗാഫിലൂൻ. അവരാകുന്നു ഗഫ്ലത്തിലായിട്ടുള്ള ജനത. ഗഫ്ലത്ത് എന്ന് പറഞ്ഞാൽ അശ്രദ്ധയിലാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനു വേണ്ടിയാണോ മനുഷ്യനെ സൃഷ്ടിച്ചത് ആ ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ, എന്തിനു വേണ്ടിയാണോ ഒരു മനുഷ്യൻ ഇഹലോകത്ത് ജീവിക്കുന്നത് ആ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ, നാളെ പരലോകം വരാനുണ്ട്, ആ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ നടക്കുന്ന ആളുകൾ, ജനങ്ങൾ അശ്രദ്ധയിലാണ്, പരലോകത്തെക്കുറിച്ച് അശ്രദ്ധയിലാണ്. ഈ അശ്രദ്ധ നിറഞ്ഞ ജീവിതം കൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണ് അവർ തൻ്റെ കൽബുകൾ കൊണ്ട് ചിന്തിക്കുകയില്ല, അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയില്ല, അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുകയില്ല, അവരുടെ ചെവികൾ കൊണ്ട് കേൾക്കുകയില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, സാധാരണ ആളുകൾ പറയാറുണ്ട്, ഈ കച്ചവടത്തിൽ എനിക്ക് വളരെ വലിയ നഷ്ടമാണ് ഉണ്ടായത്. ഞാൻ ചെയ്ത കച്ചവടത്തിലെല്ലാം നഷ്ടം മാത്രമേ എനിക്കുണ്ടായിട്ടുള്ളൂ. എൻ്റെ മക്കളിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്ക് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷെ ഏതാണ് സഹോദരങ്ങളെ യഥാർത്ഥ നഷ്ടം? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 15-ാമത്തെ ആയത്തിൽ പറയുന്നതായി കാണാം, ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ. തീർച്ചയായിട്ടും നഷ്ടപ്പെട്ടവർ, നഷ്ടം വരുത്തിവെച്ചവർ അവരാരാണ്? അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം. സ്വന്തത്തോടും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിനോടും നഷ്ടം വരുത്തിവെക്കുക. അത് സ്വന്തത്തോടും തന്റെ കുടുംബത്തിനോടും. അതെങ്ങനെയാണ്? ദീൻ അനുസരിച്ച് ജീവിക്കാതിരിക്കുക. ഹക്ക് മനസ്സിലായിട്ടും അത് പിൻപറ്റൽ നിർബന്ധമാണെന്ന് മനസ്സിലായിട്ടും അതിനെ തള്ളിക്കളഞ്ഞവർ, താൻ മനസ്സിലാക്കുന്ന ضلالത്തിലേക്ക് തന്റെ കുടുംബത്തിനെ ക്ഷണിച്ചു വരുത്തിയവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യൗമൽ ഖിയാമ. പരലോകത്ത് നഷ്ടം വന്ന ആളുകളാണ് ഏറ്റവും വലിയ നഷ്ടക്കാർ. അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ. അലാ, അറിയുക, അതത്ര വ്യക്തമായിട്ടുള്ള നഷ്ടമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പരലോകത്ത് രക്ഷപ്പെടുക,
പരലോകത്ത് ലാഭം കൊയ്യുക എന്നുള്ളതായിരിക്കണം ഒരു മുഅ്മിന്റെ ലക്ഷ്യം. അവന്റെ മുന്നിൽ ഈ ദുനിയാവിന്റെ ജീവിതം അത് വളരെ ചെറുതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിനോളം വിലയുണ്ടായിരുന്നെങ്കിൽ ഈ ദുനിയാവിലെ ഒരു കാഫിറും ഒരു വെള്ളം പോലും കുടിക്കില്ലായിരുന്നു എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ വളരെ ചെറുതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ ദുനിയാവിനെ സൃഷ്ടിച്ച സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച റബ്ബ് ഈ ദുനിയാവിനെ വളരെ ചെറുതായിട്ട് ഒരു കൊതുകിന്റെ വില പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ല. ഇങ്ങനെയുള്ള ദുനിയാവിന് നമ്മൾ നൽകേണ്ട വില അത് എത്രയാണെന്നുള്ളത് നമുക്ക് ബോധ്യം വേണം. അത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ. സഹോദരങ്ങളെ, എന്താണ് നരകം? നരകത്തിന്റെ നിർവചനം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു ബാസിനെ പോലുള്ള, അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി പോലുള്ള, അതുപോലെ പല സലഫുകളും അവർ പറയുന്നതായി കാണാൻ സാധിക്കും. അന്നാറു ഹിയ ദാറുൽ ലതി അഅദ്ദഹു അല്ലാഹു ലിൽ കാഫിരീന ബിഹിൽ മുകദ്ദിബീന ലിറുസുലിഹി. നാർ എന്നുള്ളത്, നരകമെന്നുള്ളത് ഒരു വാസസ്ഥലമാണ്. എങ്ങനെയുള്ളത്? അഅദ്ദഹു അല്ലാഹു ലിൽ കാഫിരീന ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിച്ച ആളുകൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അൽ മുകദ്ദിബീന ലിറുസുലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകന്മാരെ കളവാക്കിയവർക്കുള്ളത്. അപ്പോൾ ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുക. ഇവിടെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നിഷേധം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ല എന്ന് മാത്രം പറയലല്ല. അത് നിഷേധമാണ്, സംശയമില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ട ഒരു ഇബാദത്ത് സൃഷ്ടിക്ക് നൽകിയാൽ അത് നിഷേധമാണ്. അത് നിഷേധമാണ്. അതുപോലുള്ള ഏത് വിഷയവും, ദീനുൽ ഇസ്ലാമിൽ പുറത്തു പോകുന്ന എല്ലാ വിഷയങ്ങളും അത് നിഷേധമാണ്. ഇവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കി വെച്ചാണ് നരകം. എന്നിട്ട് പറഞ്ഞു, വലിൽ മുതമർദിദീന അലാ തഅതിഹി വത്തിബാഇ ദീനിഹി വതർകി മഅസിയതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ പിൻപറ്റുന്നതിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലക്കെതിരെ മഅസിയത്ത് ചെയ്യുകയും ചെയ്ത, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ അത് ഒഴിവാക്കാതെ അത് പ്രവർത്തിക്കുകയും ചെയ്ത, അതിനെതിരെ നിൽക്കുന്ന ആളുകൾക്കും വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതാണ് നരകമെന്നുള്ളത്. എന്തിനു വേണ്ടിയാണ്? ഫയുഅദ്ദിബുഹും വയുഖ്സീഹിം ഫീഹാ, ശിക്ഷയ്ക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ വയുഖ്സീഹിം ഫീഹാ, അവർ അതിൽ നിന്നരാകാൻ വേണ്ടി. ഇതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മഹാന്മാരായ പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇതാവും നരകത്തിന്റെ നിർവചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാൻ സാധിക്കും, അലം യഅലമു അന്നഹു മൻ യുഹാദിദില്ലാഹ വറസൂലഹു ഫഅന്ന ലഹു നാറ ജഹന്നമ ഖാലിദൻ ഫീഹാ ദാലികൽ ഖിസ്യുൽ അദീം. അലം യഅലമു, അവർ അറിയുന്നില്ലേ, അന്നഹു മൻ യുഹാദിദില്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ ദൂതിനോടും വിദ്വേഷം വെച്ച് പുലർത്തുക, അവരുടെ കൽപ്പനകൾക്ക് എതിരായി പ്രവർത്തിക്കുകയും ചെയ്താൽ ഫഅന്ന ലഹു നാറ ജഹന്നം, തീർച്ചയായിട്ടും അവർക്കുണ്ട് നാറ ജഹന്നം, കത്തിജ്വലിക്കുന്ന നരകാഗ്നി, ഖാലിദൻ ഫീഹാ, അതിൽ ശാശ്വതരായിരിക്കും. ദാലികൽ ഖിസ്യുൽ അദീം, ഇതാകുന്നു നിന്ദ്യമായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള അവസ്ഥ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് നരകത്തിന്റെ ഖസനത്ത് എന്ന് പറഞ്ഞാൽ കാവൽക്കാർ, നരകത്തിന്റെ കാവൽക്കാരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സുമറിലെ 71-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വസീഖൽ ലദീന കഫറു ഇലാ ജഹന്നമ സുമറ, സത്യനിഷേധികൾ അവർ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി കൊണ്ട് നയിക്കപ്പെടും. ഹത്താ ഇദാ ജാഊഹ, അവർ അതിന്റെ മുന്നിൽ എത്തുന്നത് വരെ അവർ കൂട്ടം കൂട്ടമായി കൊണ്ട് നയിക്കപ്പെടും. ഫുതിഹത് അബ്വാബുഹ, അവർക്ക് ആ നരകത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വഖാല ലഹും ഖസനതുഹ, അവിടെയുള്ള ആ മലക്കിന്റെ കാവൽക്കാർ അവരോട് ചോദിക്കും, അലം യഅതികും റുസുലും മിൻകും, നിങ്ങളിൽ നിന്നുള്ള പ്രവാചകന്മാർ നിങ്ങളിലേക്ക് വന്നില്ലയോ? യത്ലൂന അലൈക്കും ആയാതി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ ആയത്തുകളെ ഓതി കേൾപ്പിക്കുന്ന പ്രവാചകന്മാർ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നില്ലയോ എന്ന് അവർ ചോദിക്കും. വയുൻദിറൂനകും ലിഖാഅ യൗമികും ഹാദാ, അവർ വീണ്ടും പറയും, നിങ്ങൾക്ക് അവർ താക്കീത് നൽകിയില്ലയോ? ലിഖാഅ യൗമികും ഹാദാ, ഈ ഒരു ദിവസത്തെ, ഈ കണ്ടുമുട്ടുന്ന ദിവസത്തെ കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകിയില്ലയോ എന്ന് അവിടെ വെച്ച് ചോദിക്കും. ഇവിടെ നമുക്ക് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഇമാം
ഇബ്നു ജരീർ അത്തൊബരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതുപോലെ ഖസനതുഹ എന്ന് പറഞ്ഞാൽ അതിന്റെ ആളുകൾ, അതായത് അതിന്റെ കാവൽക്കാർ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, യുഖാലു ലഹും ഖസനതുഹ മിനസ് സബാനിയ, സബാനിയത്തിൽ നിന്നുള്ള കാവൽക്കാരാണ് അവരെന്ന് പറയപ്പെടുന്നു. അല്ലദീനഹും ഖിലാദുൽ അഖ്ലാഖ്, ആരാണ് സബാനിയ? അവരുടെ സ്വഭാവം വളരെ കാഠിന്യം നിറഞ്ഞതായിരിക്കും. ഷിദാദുൽ ഖുവ, അത് ശക്തിയുള്ളതായിരിക്കും. അലാ വജ്ഹി തഖ്രീഅ വതൗബീഖ് വതൻകീൽ, അതായത് അവർ ചോദിക്കുന്ന സമയത്ത് അലം യഅതികും റുസുലും മിൻകും എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ ആ ചോദ്യം എന്തിനുള്ളതാണ്? അവരെ മോശപ്പെടുത്താൻ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വ്യക്തമാക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, നരകത്തിന് കാവൽക്കാരുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 49-ാമത്തെ സൂറത്തു ഗാഫിർ 49-ാമത്തെ ആയത്തിൽ പറഞ്ഞതായി കാണാം, വഖാല അല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നം വഖാല അല്ലദീന ഫിന്നാരി, നരകത്തിലുള്ള ആളുകൾ നരകത്തിന്റെ കാവൽക്കാരോട് പറയും, ഉദ്ഉ റബ്ബക്കും യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യൂ, എന്നിട്ട് ഞങ്ങളിൽ നിന്ന് ഒരു ദിവസത്തെ ശിക്ഷ കുറച്ചു നൽകൂ എന്ന് അവർ പറയും. ഖാലു, അപ്പോഴും അവർ പറയുക, അവലം തഅതീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്, നിങ്ങളിലേക്ക് നിങ്ങളുടെ പ്രവാചകന്മാർ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൊണ്ട് വന്നില്ലയോ എന്ന് അവർ ചോദിക്കും. അപ്പോൾ നരകത്തിലുള്ള ആളുകൾ പറയും, ഖാലൂ ബല, അതെ. ഖാലൂ ഫദ്ഉ, എന്നിട്ട് അവർ പറയും, അതായത് നരകത്തെ കാക്കുന്ന മലക്കുകൾ പറയും, ഫദ്ഉ വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, നിങ്ങൾ വിളിച്ചുകൊള്ളുക കാഫിരീങ്ങളുടെ സത്യനിഷേധികളുടെ ദുആ അത് വഴികേടിലാകുന്നു. അതായത് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ചിട്ട് കാര്യമില്ല എന്ന് അവിടെ വെച്ച് മലക്കുകൾ പറയും. അതുപോലെ തന്നെ ഈ ആയത്തുകളിൽ നിന്ന് വ്യക്തമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും നരകത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ആ നരകത്തിൽ ഇടപെട്ട വ്യക്തി, അതായത് ആ നരകത്തിൽ വീണ നരകശിക്ഷ അനുഭവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാവുകയില്ല, അല്ലെങ്കിൽ അവൻ വിചാരിക്കുകയില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എതിരെ ദുൽമ് പ്രവർത്തിച്ചു എന്ന്, അനീതി പ്രവർത്തിക്കുകയില്ല. കാരണം അവൻ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അവിടെ കൊണ്ടുവരും. നാളെ പരലോകത്ത് ഒരാൾ ഒരു നന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻക്കത് ലഭിക്കും, ഒരാൾ ഒരു തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവൻക്കതിനുള്ള ശിക്ഷയും ലഭിക്കും. നരകത്തേക്കാക്കുന്ന മലക്കുകളുടെ നേതാവാരാണ്? അത് മാലിക്കാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് സുഖ്റുഫിലെ 77-ാമത്തെ ആയത്തിൽ പറയുന്നതായി കാണാൻ സാധിക്കും, വനാദൗ യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക ഖാല ഇന്നകും മാകിസൂൻ, നരകത്തിലെ ആളുകൾ വിളിക്കും, യാ മാലികു, ഏ മാലികേ, ലിയഖ്ദി അലൈനാ റബ്ബുക, ഞങ്ങളുടെ കാര്യം, അതായത് ഞങ്ങളെ മരിപ്പിക്കാൻ വേണ്ടി നിന്റെ റബ്ബിനോട് പറയൂ. ഇതിന്റെ തഫ്സീറുകൾ പറയുന്നതായി കാണാൻ സാധിക്കും. ഇങ്ങനെ അവർ വർഷങ്ങളോളം മാലിക്കിനോട് ചോദിക്കും, വർഷങ്ങളോളം ചോദിക്കും. എന്നിട്ട് മാലിക് പറയും, ഖാല ഇന്നകും മാകിസൂൻ, നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് അവിടെ വെച്ച് പറയും. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, റഅയ്തു ലൈലത റജുലൈന അതയാനി ഖാല അല്ലദി യൂഖിദു النار മാലികു ഖാസിനു النار വന ജിബ്രീലു ഹാദാ മീകായിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു രാത്രി രണ്ട് ആളുകളെ കണ്ടു. ഈ ഒരു ഹദീസ് അത് സ്വപ്നമാണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടതായി കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വപ്നം കണ്ടതാണെന്ന്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം വഹയിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വപ്നം വഹയിൽപ്പെട്ടതാണ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടാളുകളെ ഞാൻ രാത്രിയിൽ കണ്ടു, എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലദീ യൂഖിദു അന്നാറ മാലിക്കുൻ, ഒരുത്തൻ നരകത്തെ കത്തിച്ചാൽ, നരകത്തെ കത്തിക്കുന്ന ആള് അത് മാലിക്കാണ്. ഖാസിനുന്നാർ, നരകത്തിന്റെ കാവൽക്കാരൻ. ഞാൻ ജിബ്രീലും ഇത് മീകായിലുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഇന്നഹു അതാനി ലൈലത ആതിയാനി, എൻ്റെ അടുക്കൽ രണ്ടാളുകൾ രാത്രിയിൽ വന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം വളരെ വിശാലമായി കൊണ്ട് പറയുന്നു. അങ്ങനെ പറയുന്നതിനിടയിൽ ഖാല ഫഅതൈന അലാ റജുലിൻ കരീഹിൽ മർആത്ത്, ഞങ്ങൾ ഒരാളുടെ അടുക്കലെത്തി. അദ്ദേഹത്തിന്റെ മുഖം വളരെ വികൃതമായിട്ടുള്ള മുഖമാണ്. കഅക്റഹിമ അൻ തറാഇൻ റജുലൻ മിർആതൻ, ഏതുപോലെ നിങ്ങളിൽ ഒരാൾ, അല്ലെങ്കിൽ
താങ്കൾ കണ്ടിട്ടുള്ള ആളുകളിൽ വെച്ച് ഏറ്റവും വൃത്തികെട്ട മുഖമുള്ള ഒരാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ ഇടയുണ്ടായി. വൈദാ ഇൻദഹു നാറുൻ യഹ്ശുഹാ വയസ്ഹാ ഹൗലഹാ. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു തീയുണ്ട്. ആ തീയിനെ അദ്ദേഹം കത്തിക്കുന്നുണ്ട്, അതിന്റെ ചുറ്റുഭാഗം നടക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഖാല ഖുൽതു ലഹുമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലുള്ള രണ്ടാളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദാ, ഇത് എന്താണ്? ഖാലാലി, അവർ രണ്ടുപേരും പറഞ്ഞു, ഇൻതലിഖ്, നീ നടന്നുകൊള്ളുക, പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. വഫി ആഖിൽ ഹദീസ് അന്നൽ മലക്കൈനി ഖാലാ ലഹു. ഈ ഹദീസിന്റെ അവസാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വപ്നത്തിൽ കണ്ട ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് മലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അമ്മർ റജുലുൽ കരീഹുൽ മർആതി അല്ലദി ഇൻദൻ നാരി യഹുശുഹാ വയസ്ഹൗ ലഹാ ഫഇന്നഹു മാലികുൻ ഖാസിനു ജഹന്നം. ഒരു പുരുഷനെ കണ്ടല്ലോ, അതായത് ആ തീയിനെ നോക്കി നടക്കുന്ന, അതിനെ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യൻ, മോശമായ മുഖമുള്ള ആ വ്യക്തി ആരാണ്? അവർ പറഞ്ഞു, മാലിക്കുൻ, അത് മാലിക്കാണ്, നരകത്തെ കാക്കുന്ന മാലിക്കാണെന്ന് അവിടെ വെച്ച് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. മാലിക്കിനെ സൃഷ്ടിച്ചത് മുതൽ ഇതുവരെ ചിരിച്ചിട്ടില്ല എന്നുള്ളത്. അത്രയേറെ കാഠിന്യം നിറഞ്ഞിട്ടുള്ള മലക്കാണ് മാലിക് എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നരകം എവിടെയാണ് ഉള്ളത് എന്ന്, നരകത്തിന്റെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായങ്ങളാണ് കാണാൻ സാധിക്കുക. ഒന്നാമത്തേത് ഏഴാമത്തെ ഭൂമിയിൽ എന്ന് കാണാൻ സാധിക്കും. ഭൂമികൾ ഏഴെണ്ണമുണ്ട് എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അതിൻ്റെ രൂപം അല്ലാഹു ആലം. അതിന് അവർ നൽകുന്ന ചില തെളിവുകൾ കാണാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആലം. ഈ ഒരു വിഷയത്തിൽ ചില പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാട് അത് വളരെ വ്യക്തമാണ്. ഇമാം സുയൂത്തിയെ പോലുള്ള, അതുപോലെ തന്നെ ഇന്ത്യക്കാരനായിട്ടുള്ള ഷാഹ് വലിയുള്ള ദഹ്ലവി, അതുപോലെ തന്നെ സിദ്ദീഖ് ഹസൻ ഖാൻ, ഇവരെല്ലാം ഈ ഒരു വിഷയത്തിൽ എടുത്ത നിലപാട് തവഖുഫ് എന്ന് പറയും. അതായത് എവിടെയാണെന്ന് പറയുകയില്ല. അവർ ഇതിന് പറയുന്നത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഇതിന് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, നഖിഫു അനിന്നാർ ഐ നഖൂലു ഫീഹാ ബിൽ മൗഖിഫ്. നരകത്തെ കുറിച്ച് ഞങ്ങൾ തവഖുഫാക്കിയിരിക്കുന്നു. അതായത് അത് എവിടെയാണെന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം എന്താണ്? മഹല്ലുഹ ഐസു ലാ യഅലമുഹു ഇല്ലല്ലാഹ്. അതിന്റെ സ്ഥാനം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമല്ലാതെ അറിയുകയില്ല. ഫലം യസ്ബുത് ഇൻദി ഹദീസുൻ അഅതമിദുഹു ഫീ ദാലിക്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എൻ്റെ അടുക്കൽ ഒരു ഹദീസും സ്വീകാര്യമായി വന്നിട്ടുള്ള, സ്ഥിരപ്പെട്ടിട്ടില്ല, അഅതമിദുഹു ഫീ ദാലിക്, അതിനെ കൊണ്ട് തെളിവെടുക്കാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വക്കീല, പറയപ്പെട്ടിട്ടുണ്ട്, തഹ്തൽ അർള്, ഭൂമിക്ക് താഴെയാണെന്ന്. അതുപോലെ തന്നെ ഇമാം ദഹ്ലവി റഹിമഹുല്ലാഹ് പറയുന്നു, ലം യുസദ്ദിഹ് നസ്സും ബിതഅയീനി മകാനിഹ. ഈ ഒരു വിഷയത്തിൽ, അതായത് നരകം എവിടെയാണ് എന്നുള്ള വിഷയത്തിൽ വ്യക്തമായിട്ടുള്ളൊരു തെളിവും വന്നിട്ടില്ല. ബൽ ഹൈസു ഷാ അല്ലാഹു തആല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കും അത്. ഇതില إحاطة لنا بخلق الله وعوالمه. وقال صديق حسن معلقا على كلام الدهلوي. ഇമാം ദഹ്ലവി റഹിമഹുള്ളയുടെ ഈ ഒരു വാക്കിന് ഷെയ്ഖ് സിദ്ദീഖ് ഹസൻ ഖാൻ കൂട്ടിച്ചേർത്തുകൊണ്ട്, അതിന് കൂട്ടിച്ചേർക്കലായി തഅലീഖായിക്കൊണ്ട് പറയുന്നതായി കാണാൻ സാധിക്കും. ഹാദാ ഖൗലു അർജഹുൽ അഖ്വാലി വഹ്വതുഹു ഇൻഷാ അല്ലാഹു തആല. ഈ ഒരു ഖൗലാണ് ഈ വിഷയത്തിൽ, ഈ ഒരു സംസാരമാണ് ഈ ഒരു വിഷയത്തിൽ സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സംസാരം, ഏറ്റവും തഖ്വ നിറഞ്ഞ സംസാരം എന്ന് പറഞ്ഞു. അതായത് അത് എവിടെയാണെന്ന് പറയാതിരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും, നരകം അത് ഭൂമിക്കടിയിലാണ് എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. അല്ലാഹു തആല അലം. അദ്ദേഹം എന്നിട്ട് വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും, നരകം ഒരിക്കലും ആകാശത്തിലല്ല. അതിന് അദ്ദേഹം ഒരുപാട് ആയത്തുകൾ തെളിവായി കൊണ്ടുവരുന്നതായി കാണാൻ സാധിക്കും. അതിൽ ഒരായത്താണ് സൂറത്തുൽ അറാഫിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത്. ഈ ഒരു ആയത്ത് തെളിവാക്കിക്കൊണ്ട് സലഫുകളിൽ നിന്നും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, അവരും ഈ ഒരു കാര്യം തെളിവെടുത്തതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന കദ്ദബൂ ബിആയാതിനാ വസ്തക്ബറു അൻഹാ. എന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ ആളുകൾ, വസ്തക്ബറു അൻഹാ, അതുപോലെ തന്നെ അതിനെ തൊട്ട് അഹങ്കരിച്ചവരും, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവർക്ക് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, ഏതുവരെ? സൂചിയുടെ ദ്വാരത്തിലൂടെ
ഒരു ഒട്ടകം കടന്നു പോകുന്നത് വരെ, അതായത് അതൊരിക്കലും നടക്കാത്തതാണ് എന്നറിയിക്കുന്നതാണ്. വല്ലദീന കദ്ദബൂ ബിൽ ആയാതി വസ്തക്ബറു അൻഹാ വല്ലദീന കദ്ദബൂ ബിൽ ആയാതി. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെ കളാക്കിയവർ, അതിനെ തൊട്ട് അഹങ്കരിച്ചവർ, ലാ ശക്ക അന്നഹും ഫിന്നാർ, ഒരു സംശയമില്ല അവർ നരകത്തിലാണ് എന്നുള്ളത്. അപ്പോൾ ഈ ആയത്തിൽ നിന്നും പല പണ്ഡിതന്മാരും തെളിവെടുത്തിട്ടുള്ളതാണ്, എന്തായാലും നരകം എന്നുള്ളത് ആകാശത്തിലല്ല. കാരണം ആകാശത്തിന്റെ വാതിലുകൾ നരകത്തിൽ വസിക്കുന്ന ആളുകൾക്ക് തുറക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അലം. ഇനി നരകത്തിന്റെ വിശാലത അത് എത്രയാണ്, ഇതിനെക്കുറിച്ച് വന്ന ഒരുപാട് ഹദീസുകൾ കാണാൻ സാധിക്കും. അതിൽ ചിലത് ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ മനസ്സിലാക്കാം. അൻ മുജാഹിദിൻ അന്ന അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അസറാണ് ആദ്യമായി കൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ ഇമാം മുജാഹിദ് റഹിമഹുള്ളയോട് ചോദിച്ചു, അതദ്രി മാ സിഅതു ജഹന്നം, നിനക്കറിയാമോ നരകത്തിന്റെ വിശാലത എത്രയാണെന്നുള്ളത്? ഖുൽതു, ഞാൻ പറഞ്ഞു, ലാ, ഇല്ല. ഖാല അജൽ വല്ലാഹി മാ തദ്രി, എന്നിട്ട് പറഞ്ഞു, അതെ അല്ലാഹുവിനെ സത്യം നിനക്കറിയുകയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ബൈന ശഹ്മത്തി ഉദ്നി അഹദിഹിം വബൈന അതീഖിഹി മസീറത 70 ഖരീഫ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നരകത്തിൽ ഒരാളുടെ ചെവിയുടെ ഇറച്ചി, അതായത് തൊട്ടിൽ എന്ന് പറയും, ചെവിയുടെ തൊട്ടിൽ, ഈ ഭാഗവും അതുപോലെ തന്നെ അവന്റെ തോൾ, ഇവ തമ്മിലുള്ള ദൂരം 70 വർഷം ഒരാൾ സഞ്ചരിച്ചാൽ എത്ര ദൂരം ഉണ്ടാവുമോ അത്രയുമുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു, തജ്രി ഫീഹ ഔദിയത്തുൽ ഖീഹി വദ്ദമി, ആ നരകത്തിലൂടെ അതിന്റെ താഴ്വരയിലൂടെ ഒഴുകി നടക്കും, അല്ലെങ്കിൽ ഒഴുകുന്ന ഒരു അരുവിയുണ്ട്. എന്താണ് അതിലുള്ളത്? നരകവാസികളുടെ രക്തവും ജലവും. നഊദു ബില്ലാഹ്. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു നിന്ന് വന്നിട്ടുള്ള ഒരു മർഫൂആയ ഹദീസ് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യുഅത ബിജഹന്നമ യൗമഇദിൻ ലഹാ 70,000 സിമാമിൻ, നരകം കൊണ്ടുവരപ്പെടും അന്നേ ദിവസം, അതായത് പരലോകത്തിൽ നരകത്തെ കൊണ്ടുവരപ്പെടും. ലഹാ 70,000 സിമാമിൻ, അതിനുണ്ട് 70,000 സിമാമെന്ന് സാധാരണ പറയാൽ അറബിയിൽ മൂക്കുകയറിനാണ്. 70,000 കയറുകൾ, മറ്റു ചില റിവായത്തുകൾ ചെങ്ങലകൾ എന്ന് കാണാൻ സാധിക്കും. മഅ കുല്ലി സിമാമിൻ 70,000 മലക്കിൻ യജുറൂനഹ, ഓരോ ചെങ്ങലകളിലും അല്ലെങ്കിൽ ഓരോ കയറുകളിലും 70,000 മലക്ക്, 70,000 മലക്കുകൾ അതിനെ വലിച്ചേച്ചുകൊണ്ട് കൊണ്ടുവരും. അതായത് അത്രത്തോളം വലിയ നരകമായിരിക്കും അത് എന്നാണ്. അതുപോലെ തന്നെ നരകത്തിന്റെ ആയം അത് എത്രയാണ്, ഇതിനെ അറിയിക്കുന്ന ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അദ്ദേഹം പറയുന്നു, കുന്നാ മാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് സമിഅ വജ്ബതൻ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലായിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ശബ്ദം കേട്ടു. ഒരു ശബ്ദം, വജ്ബത്ത് എന്നാണ് പറഞ്ഞത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് പറഞ്ഞാൽ വജ്ബത്ത് എന്ന് പറഞ്ഞാൽ ഹലദ്ദത്തു വഹിയ സൗത്തുൻ വകശയസ് സഖീൽ, ഒരു ഭാരമുള്ള കാര്യം, ഒരു സാധനം നിലത്ത് വന്ന് പതിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദത്തെയാണ് വജ്ബത്ത് എന്ന് പറയാറ് അറബിയിൽ. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശബ്ദം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദ്റൂന മാ ഹാദാ, നിങ്ങൾക്കറിയാമോ ഇത് എന്താണെന്ന്? ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അള്ളാഹുവിനും അവന്റെ ദൂതനും സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അറിയാം. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ഹജറുൻ, ഇത് ഒരു കല്ലാണ്. റുമിയ ബിഹി ഫിന്നാരി, നരകത്തിൽ എറിയപ്പെട്ടു. മുന്തു 70 ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പ്. ഫഹുവ യഹ്വി ഫിന്നാരി അലാൻ, ഇപ്പോഴാണ് നരകത്തിന് അടിത്തട്ടിൽ തട്ടുന്നത്. ഹത്താ ഇൻതഹാ ഇലാ കഅരിഹ, അതിന്റെ ആയത്തിൽ എത്തുന്നത് അത് ഇപ്പോഴാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇത്രയേറെ ആയം നിറഞ്ഞ നരകമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മുഅ്മിനീങ്ങളിൽപ്പെട്ട പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് വേണ്ടിയും തയ്യാറാക്കിയിട്ടുള്ളത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാൻ സാധിക്കും, വത്തഖുന്നാർ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ഫഇന്ന കഅറഹ ബഈദുൻ വഅഖദഹ ശദീദുൻ, തീർച്ചയായിട്ടും അതിന്റെ ആയം അത് വളരെ വിദൂരമാണ്, അതിന്റെ പിടുത്തം അത് വളരെ കഠിനമായിട്ടുള്ളതാണ്. എന്നിട്ട്
അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്നുള്ള ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നു. ഈ ഒരു ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുന്നു. എന്നിട്ട് മറ്റൊരു ഹദീസ് അദ്ദേഹം പറയുന്നതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നർ റജുല യതകല്ലമു ബിൽ കലിമത്തി, ഒരാൾ ഒരു സംസാരം സംസാരിക്കും, ലാ യറാ ബിഹാ ബഅസൻ, അവൻ ആ സംസാരത്തിൽ ഒരു പ്രശ്നം ഉണ്ടെന്ന് കാണുകയില്ല, യഹ്വി ബിഹാ ഫിന്നാരി 70 ഖരീഫ, അവൻ ആ ഒരു സംസാരം കൊണ്ട് നരകത്തിലേക്ക് എറിയപ്പെടും. 70 ഖരീഫ, 70 വർഷം സഞ്ചരിച്ചാൽ ഉള്ള ആ വിദൂരത്തിലേക്ക്, അത് അത്രയും വിദൂരം അവൻ നരകത്തിലേക്ക് എറിയപ്പെടും. അതായത് അവൻ നരകത്തിന്റെ അടിത്തട്ടിലെത്തും. എന്നിട്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് വ്യക്തമാക്കുന്നതായി കാണാം, അക്സറു മാ യുദ്ഖിലുൻ നാസ അന്നാറ അൽ ഫമു വൽ ഫർജു, ജനങ്ങളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഏറ്റവും കൂടുതൽ കാരണമാകുന്ന 2 കാര്യങ്ങളാണ് അൽ ഫമു വൽ ഫർജു. ഫം എന്ന് പറഞ്ഞാൽ യാനി ബിദാലിക ഖൗലുൽ ലിസാൻ, നാവ് കൊണ്ട് സംസാരിക്കുക എന്നുള്ളത്. ഫഇന്നൽ ഇൻസാന ഖദ് യഖൂലു കലിമതൻ, തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ ഒരു വാക്ക് പറയും, ലാ യുൽഖി ലഹാ ബാലൻ, അവൻ ആ സംസാരം കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് അവൻക്ക് അറിയുകയില്ല. യഹ്വി ബിഹാ ഫിന്നാരി 70 ഖരീഫ, അങ്ങനെ അവനെ നരകത്തിലേക്ക് 70 വർഷത്തോളം സഞ്ചരിച്ചാൽ ആയമുള്ള നരകത്തിലേക്ക് അവനെ എറിയപ്പെടും. വലിഅയ്യാദു ബില്ലാഹ്, അല്ലാഹുവിലേക്കാവുന്നു ശരണം. ഐ 70 സന, അതായത് 70 വർഷം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. ചില വാക്കുകൾ നമുക്ക് പറയാൻ സാധിക്കുകയില്ല, ചില വാക്കുകൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും, അതിൻ്റെ ഗൗരവം നമ്മളിൽ ആരും തന്നെ മനസ്സിലാക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഇനി മറ്റൊരു വിഷയമാണ് നരകത്തിൻ്റെ ദറകാത്തുകൾ. നമ്മൾ സ്വർഗത്തിന് ദറജാത്തുകൾ ഉണ്ട് പഠിച്ചു. ദറജകൾ എന്ന് പറഞ്ഞാൽ പദവികൾ, എന്നാൽ ദറകാത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ പദവികൾ തന്നെയാണ് എന്ന് തന്നെയാണ് പറയുക. പക്ഷേ ദറജയും ദറക്കയും തമ്മിലുള്ള വ്യത്യാസം അർ-റാഗിബുൽ അസ്ഫഹാനി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. ദറജ എന്ന് പറഞ്ഞാൽ താഴെ നിന്നും ഉയരത്തിലേക്ക് കയറും തോറും അതിൻ്റെ സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളും വർദ്ധിക്കും. എന്നാൽ ദറക്ക എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നതിനെ, അതായത് സ്വർഗം നമ്മൾ മനസ്സിലാക്കി താഴെ നിന്ന് മുകളിലേക്ക് കയറും തോറും അതിൻ്റെ ഫദലും അതിലുള്ള സൗകര്യങ്ങളും അതിലുള്ള നിഅമത്തുകളും എല്ലാം അധികരിച്ചു വരും. എന്നാൽ നരകത്തിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും അതിലെ ശിക്ഷ അത് അധികരിച്ചു കൊണ്ടേയിരിക്കും. ഈ ഒരു വിഷയം ഒരുപാട് പണ്ഡിതന്മാർ വ്യക്തമാക്കിയതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ്, നരകത്തിലെ ആളുകൾ ഒരിക്കലും ഒരേ ദറജയിൽ അല്ലെങ്കിൽ ഒരേ ദറക്കയിൽ ആവുകയില്ല. അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കനുസരിച്ചായിരിക്കും അവർക്കുള്ള ശിക്ഷ. നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കും, ഈ ദുനിയാവിൽ ഒരാളെ കൊന്ന വ്യക്തിക്കും 10 ലക്ഷം അല്ലെങ്കിൽ 1.5 കോടിയോളം ജനങ്ങളെ കൊന്ന വ്യക്തിക്കും ഏറിയാൽ ഒരു ശിക്ഷയെ നൽകാൻ സാധിക്കുകയുള്ളൂ, അവനെ കൊല്ലുക എന്നുള്ളത്. എന്നാൽ പരലോകത്തിൽ അതിന് അതുപോലുള്ള, അതായത് അവൻക്ക് അർഹമായിട്ടുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ നിന്നുള്ള ചില ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ അൻ സമ്റത്ത് ജുൻദുബിൻ റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫി അഹ്ലിൻ നാർ, നരകത്തിലെ ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻഹും മൻ തഅഖുദുഹു അൻ-നാർ ഇലാ കഅബൈൻ, നരകത്തിലെ ആളുകളുണ്ട്, അതിൽ ആ നരകം ആ ആളുകളുടെ നെര്യാണി വരെ ആ നരകം പിടിക്കും. അങ്ങനത്തെ ചില ആളുകളുണ്ട്. വമിൻഹും മൻ തഅഖുദുഹു അൻ-നാർ ഇലാ റുക്ബതൈൻ, ഇനി അതല്ല, ചില ആളുകളുണ്ട് അവരുടെ മുട്ടുവരെ അവരെ നരകം പിടിക്കും. വമിൻഹും മൻ തഅഖുദുഹു അൻ-നാറു ഇലാ ഹുജ്സതിഹി, ഹുജ്സ എന്ന് പറഞ്ഞാൽ അവരുടെ അരഭാഗം വരെ നരകം പിടിക്കുന്ന ചില ആളുകളുണ്ട്. വമിൻഹും മൻ തഅഖുദുഹു അൻ-നാറു ഇലാ തുർഖുവതിഹി, അല്ലെങ്കിൽ തർക്കുവതിഹി, തർക്കുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എല്ല്, തോളെല്ല് എന്ന് പറയാം, അതായത് ജസ്റ്റ് ആരംഭിക്കുന്ന മുകളിലുള്ള എല്ല്, ഈ എല്ലിനാണ് തർക്കുവ എന്ന് പറയുക. ഈ എല്ല് വരെ നരകം പിടിച്ചവരുണ്ടായിരിക്കും. അങ്ങനെ നരകത്തിലുള്ള ആളുകൾക്ക് പല തട്ടിലുള്ള പല രൂപത്തിലുള്ള ശിക്ഷകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം അവരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചായിരിക്കും. അതുപോലെ തന്നെ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പിതൃവിനെ കുറിച്ച്, അബൂ ത്വാലിബിനെ കുറിച്ച് പറഞ്ഞു, അത് അദ്ദേഹത്തിനാണ് എന്നുള്ളത്. അദ്ദേഹത്തിനാണ് നരകത്തിൽ വെച്ച് ഏറ്റവും ചെറിയ ശിക്ഷ. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും.
നരകത്തിൽ സ്ഥിരമാക്കുന്ന ആളുകളിൽ വെച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്ന്. നരകത്തിൽ സ്ഥിരമാകുന്ന ആളുകളിൽ പെട്ടതാണ് അബൂ ത്വാലിബ്. അദ്ദേഹത്തിന് ലഭിക്കുന്ന ശിക്ഷ 2 ചെരുപ്പുകൾ ധരിപ്പിക്കും എന്നുള്ളതാണ്. ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും ഈ ചെരുപ്പുകൾക്ക് വാറുകൾ ഉണ്ടാവും. ഈ വാറ് തീയിൻ്റെതായിരിക്കും. ഈ ചെരുപ്പ് ധരിച്ചാൽ ആ ചെരുപ്പ് ധരിച്ച വ്യക്തിയുടെ തലച്ചോർ കിടന്ന് തിളക്കുമെന്നാണ്. അല്ലാഹുൽ മുസ്തആൻ. ഇതാണ് നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനിയുള്ള ശിക്ഷകൾ ഇതിൻ്റെ മുകളിലേക്കുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയതായി കാണാൻ സാധിക്കും. ഈ ഒരു ചെരുപ്പ് ധരിച്ചാൽ തലച്ചോർ തിളക്കുമെന്ന് പറഞ്ഞു. ഇതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞതായി കാണാം. കമാ യഗ്ലിൽ മിർജലു മാ യറ അന്ന അഹദന അശദ്ദു മിൻഹാ അദാബൻ വഇന്നഹു ലഅഹ്വനുഹും അദാബ. ഒരാളുടെ തലച്ചോർ തിളക്കും. ഏതുപോലെ നമ്മളൊരു കലത്തിൽ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ തിളക്കുന്നത് പോലെ ഒരാളുടെ തലച്ചോർ കിടന്ന് തിളക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഒരു വ്യക്തി വിചാരിക്കും അവനക്കാണ് നരകത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നത് എന്നുള്ളത്. നഊദു ബില്ലാഹ്. എന്നാൽ അവനക്കാണ് നരകത്തിൽ ഏറ്റവും നിസാരമായിട്ടുള്ള ശിക്ഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തതാണ്. എന്നാൽ നരകത്തിൽ ശക്തമായിട്ടുള്ള ഏറ്റവും ഉള്ള ശിക്ഷ ആർക്കാണ് ലഭിക്കുക? മുനാഫിഖീങ്ങൾക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. തീർച്ചയായിട്ടും മുനാഫിഖീങ്ങൾ, കപട വിശ്വാസികൾ, അവർ നരകത്തിന്റെ അടിത്തട്ടിലാണുള്ളത്. അവർ ഏറ്റവും അടിത്തട്ടിൽ, ഏറ്റവും കഠിനമായിട്ടുള്ള ശിക്ഷ. മുനാഫിഖ് എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയ അക്ബർ നിഫാഖുള്ളവർ, അതായത് പുറത്ത് മുസ്ലിമായി നടക്കുകയും ഉള്ളിൽ ശിർക്കും കുഫ്റും ചെയ്യുന്ന ആളുകൾ, ഇവർക്കാണ് നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറയുന്നതായി കാണാം, യഅലം അന്ന തഫാവുത അഹ്ലിൻ നാർ ഫിൽ അദാബി ഹുവ ബിഹസ്ബി തഫാവുതി അഅമാലിഹിം അല്ലതി ദഖലു ബിഹന്നാർ കമാ ഖാല തആല. മനസ്സിലാക്കുക, തീർച്ചയായും നരകത്തിലുള്ള ശിക്ഷ അതിന്റെ ഏറ്റ വ്യത്യാസം അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള, തിന്മകൾക്കുള്ള ഏറ്റ വ്യത്യാസം കൊണ്ടാണ്. ഒരാൾ പ്രവർത്തിച്ച തിന്മകൾക്ക് അനുസരിച്ചായിരിക്കും അവർക്ക് നരകത്തിൽ ലഭിക്കുന്ന ശിക്ഷ എന്നുള്ളത്. വലികുല്ലിൻ ദറജാതും മിമ്മാ അമിലു. എല്ലാവർക്കും അവൻ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്കുള്ള ദറജയുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ജസാഅൻ വിഫാഖ, പൂർത്തീകരിച്ചിട്ടുള്ള പ്രതിഫലമാകുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വഫക അമാലുഹും ഫലൈസ ഇഖാബു മൻ തഖല്ലല കുഫ്റുഹു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ടുള്ളത്. ഏതുപോലെ? ഫലൈസ ഇഖാബു മൻ തഖല്ലല കുഫ്റുഹു വഅഫ്സദ ഫിൽ അർളി വദഅ ഇലൽ കുഫ്രി കമൻ ലൈസ കദാലിക്. ഒരാളുടെ ശിക്ഷ, ഒരുത്തൻ ഒരു മുഅ്മിനാണ്, ഉദാഹരണം ഒരു മുഅ്മിനാണ്, എന്നാൽ അദ്ദേഹത്തിന്റെ ചില ഹറാമുകൾ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരലോകത്തിൽ അവൻക്കത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകിയിട്ടില്ല, അവൻ തൗബ ചെയ്തിട്ടുമില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ ഒരുത്തനെ പോലെ ആയിരിക്കുകയില്ല. ആരെ പോലെ? ശിർക്കിലേക്കും കുഫ്രിലേക്കും ക്ഷണിച്ച, ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കിയ, ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞിട്ടുള്ള ആളിനും അതുപോലെ തന്നെ അതിലേറെ കുറഞ്ഞ പ്രവർത്തനം പ്രവർത്തിച്ച ആളിനും ഒരുപോലെ ശിക്ഷ ലഭിക്കുകയില്ല എന്ന് ഇമാം മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അദ്ദേഹം ഇതിന് ഒരുപാട് തെളിവുകൾ കൊണ്ടുവരുന്നതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്നത